Hello, this is the fifth video of Light Reflection and Refraction. Today we are going to study about lenses. What is lens? Lens is a transparent medium bounded by two surfaces of which one or both surfaces are spherical. Here one of its side must be spherical. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വശം സ്ഫെറിക്കൽ ആയിരിക്കണം ലെൻസിൻ്റെ. Lenses are of two types. One convex or converging lens. A lens which is thicker at the center and thinner at its ends is called convex lens. Convex lenses are of three types. നമ്മൾ കോൺവെക്സ് ലെൻസിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കോൺവെക്സ് ലെൻസിൻ്റെ കാര്യമാണ്. കോൺവെക്സ് ലെൻസിൽ എന്താണ്? മിഡിൽ പോർഷൻ തിക്കർ ആയിരിക്കും, അതിൻ്റെ എൻഡ്സ് തിന്നർ ആയിരിക്കും. അപ്പോൾ മിഡിൽ പോർഷൻ തിക്കർ. Convex lenses are of three types. It is further divided into three. One, double convex lens. Second, plano convex lens. And third, concave convex lens. അതിൽ ഫസ്റ്റ് വൺ ഡബിൾ കോൺവെക്സ് ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് ആയിട്ട് പഠിക്കുന്നത്. സെക്കൻഡ് വൺ കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് ഡൈവേർജിങ് ലെൻസ്. A lens which is thinner at its center and thicker at its ends is called concave lens. മിഡിൽ പോർഷൻ തിന്നർ ആയിട്ടും എൻ പോർഷൻ തിക്കർ ആയിട്ടും ഉള്ളതാണ് കോൺകേവ് ലെൻസ്. ഇപ്പോൾ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ പോർഷൻ തിക്കർ, കോൺകേവ് ലെൻസിൽ മിഡിൽ പോർഷൻ തിന്നർ ആയിരിക്കും. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി കോൺകേവ് ലെൻസസ് ആർ ഓഫ് ത്രീ ടൈപ്സ്. One, double concave lens. Second, plano concave lens. And third, concave lens. അതിലെ ഫസ്റ്റ് വൺ ഡബിൾ കോൺകേവ് ലെൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, സം ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു ലെൻസസ്. വൺ, ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ. ദ സെൻറ്റർ പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെൻറ്റർ. It is represented by O. The center point. ലെൻസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ O. ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓൾ ലൈറ്റ് പാസിംഗ് ത്രൂ ഒപ്റ്റിക്കൽ സെൻറ്റർ അൺഡീവിയേറ്റഡ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകുന്ന റേസ് എല്ലാം ഡീവിയേഷൻ ഇല്ലാതെ പാസ് ചെയ്തു പോകുന്നു. ഒപ്റ്റിക്കൽ സെൻറ്റർ ഈസ് എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇറ്റ് ഈസ് ദ സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. ഇറ്റ് ഈസ് ദ സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ ലെൻസ്. ഇൻ ലെൻസസ് ആൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ഒപ്റ്റിക്കൽ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒപ്റ്റിക്കൽ പോയിന്റ് സെൻറ്ററിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മയാണ്. ഒപ്റ്റിക്കൽ സെൻറ്റർ ഈസ് ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് ലെൻസ്. All light passing through optical center undeviated. The lens, all distances of the lenses are measured from optical center. മിററിൽ നമ്മൾ ഡിസ്റ്റൻസസ് എല്ലാം ഫ്രം പോൾ ആയിരുന്നു. നെക്സ്റ്റ്, സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. The centers of the two imaginary spheres of which the lens is a part are called centers of curvature of the lens. It is represented by C. Or a lens has two centers of curvature with respect to its two curved surfaces. ഇപ്പോൾ ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കർവ്ഡ് സർഫസസിലാണ് അല്ലേ? കർവ്ഡ് സർഫസ് കൊണ്ടാണ് ഒരു ലെൻസ് ഉള്ളത്. അപ്പോൾ ആ ഓരോ കർവ്ഡ് സർഫസും ഓരോ സ്ഫിയറിൻ്റെ പാർട്ടാണ്. ആ സ്ഫിയറിൻ്റെ സെൻറ്റർ, രണ്ട് സ്ഫിയർ ഉണ്ട്, അതിൻ്റെ ഓരോ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ സി. അതുകൊണ്ട് ലെൻസിന് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ, രണ്ടെണ്ണം ഉണ്ടാവും സെൻറ്റർ ഓഫ് കർവേച്ചർ. മിററിലൊക്കെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരുന്നു, ഇവിടെ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. അതാണ് ഇമാജിനറി സ്ഫിയർ. ഇതൊക്കെ ഓരോ കർവ്ഡ് പാർട്സ് ഓരോ ഇമാജിനറി സ്ഫിയറിൻ്റെ പാർട്ടാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ചിത്രത്തിലുണ്ടാവും C1 ആൻഡ് C2. അടുത്തത് റേഡിയ ഓഫ് കർവേച്ചർ.
The radii of two imaginary spheres of which the lens is a part are called radii of curvature of the lens. A lens has two radii of curvature. They may or may not be equal. ഇതുപോലെ തന്നെ രണ്ട് ഇമാജിനറി സ്ഫിയർ ഉണ്ട്. ആ ഇമാജിനറി സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഇവിടെ റേഡിയ ഓഫ് കർവേച്ചർ ആയിട്ട് എടുക്കുന്നത്. അതും രണ്ട് സ്ഫിയർ ഉള്ളതുകൊണ്ട് രണ്ട് റേഡിയ ഓഫ് കർവേച്ചർ ഉണ്ടാകും, റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാകും ലെൻസിന്. അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. The imaginary line joining the two centers of curvature is called principal axis of a lens. ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞത് ചിത്രത്തിലുണ്ട് C1 C2, അതായത് അതിൻ്റെ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചറിനെ രണ്ടിൻ്റെയും കൂടെ യോജിപ്പിക്കുന്ന ലൈൻ ജോയിനിങ് C1 ആൻഡ് C2, അതാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ ലെൻസ്. പ്രിൻസിപ്പൽ ഫോക്കസ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. It is a point on the principal axis of lens, the rays starting from or directed to which become parallel to principal axis after refraction. അപ്പോൾ ലെൻസിന് രണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്തുവാ? ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ലെൻസ്, ദ റേസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഓർ ഡയറക്റ്റഡ് ടു വിച്ച് ബിക്കം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. നമുക്ക് ആദ്യം കോൺവെക്സ് ലെൻസിൻ്റെ നോക്കാം. ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്, റേസ് കമ്മിങ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ലെൻസ് ബിക്കെയിം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമുക്ക് ആ ചിത്രത്തിൽ കണ്ടാൽ അറിയാം, പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന റേസ് ലെൻസിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ അത് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിലെ ഏതോ ഒരു പോയിന്റ്, ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന റേസ് ആഫ്റ്റർ പാസിംഗ് ലെൻസ് ഇറ്റ് ബിക്കംസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. That common point of the principal axis is called first principal focus of a convex lens. Convex ലെൻസിലെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലെൻസിൽ കൂടി പാസ് ചെയ്യുന്നത് പാരലായിട്ട് പോകുന്നു. ആ കോമൺ പോയിന്റിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ് ഇങ്ങനെയാ, റേസ് കമ്മിങ് ടുവേഴ്സ് എ കോമൺ പോയിന്റ് on the principal axis after passing through concave lens, എന്ത് ചെയ്യുന്നു? It emerges parallel to the principal axis. ഇതിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അത് റേ പാസ് ചെയ്ത ആ സൈഡിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഫോക്കസ്, കോൺകേവ് ലെൻസിൻ്റെ. നമുക്കൊന്നുകൂടെ നോക്കാം. റേസ് കമ്മിങ് ടുവേഴ്സ്, അതായത് പ്രിൻസിപ്പൽ ഫോക്കസിലെ ഒരു പോയിന്റിലേക്ക് വരുന്ന റേസ്, ഒരു പ്രത്യേകം ഒരു പോയിന്റ്, ഒരു കോമൺ പോയിന്റിലേക്ക് വരുന്ന റേസ് അല്ല, ലെൻസിൽ അത് അവിടെ എത്തുന്നില്ല, അതിന് മുമ്പ് തന്നെ ലെൻസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഇറ്റ് എമർജസ് ഔട്ട് വിത്ത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അതങ്ങ് കടന്നു പോകുന്നു. കമ്മിങ് ടുവേഴ്സ് എ പോയിന്റ് ആണ്, അവിടെ എത്തിയില്ല, ടുവേഴ്സ് അവിടെ ആ പോയിന്റിൽ ഡയറക്റ്റ് ചെയ്ത് വരുന്നതാ. പക്ഷെ ലെൻസ് ഉള്ളത് കൊണ്ട് അത് അവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ബിക്കംസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആ ടുവേഴ്സ് ദ പോയിന്റ്, ഏതോ ഒരു പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്താ വന്നത്, ആ പോയിന്റിനെയാണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്, ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. In the case of concave lens, rays coming towards a common point on the principal axis after passing through concave lens emerges parallel to the principal axis. That common point is called first principal focus of concave lens. The opposite സൈഡിലായിരിക്കും ലെൻസിൻ്റെ, അതായത് റേസ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയലാണ്, ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് റിയലാണ്. കോൺകേവ് ലെൻസിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും, വിർച്വൽ. അതുപോലെ തന്നെ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? ഇറ്റ് ഈസ് എ point on the principal axis at which the rays coming parallel to the principal axis
converge on the other side of the lens in the case of convex lens, or appear to meet on the same side of the lens in the case of concave lens after refraction from the lens. Both the foci of convex lens are real and that of concave lens are virtual. അതായത് ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ നോക്കാം. റേസ് കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ചിത്രത്തിൽ കാണാം. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ or after passing the lens, it converges to a point on the principal axis. അത് റേ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? ആ ഡയറക്ഷനിലാണ് ഒരു കോമൺ പോയിന്റിൽ അത് കൺവേർജ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ് ആണെങ്കിലോ, rays parallel to principal axis. In the case of concave lens, rays parallel to principal axis after passing through concave lens it diverges. ചിത്രത്തിൽ കാണാം, പാരലൽ റേസ് കോൺകേവ് ലെൻസിൽ വന്ന് കൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഡൈവേർജ് ചെയ്യുന്നു. ദ ഡൈവർജൻ റേസ് ഓൺ ബീയിങ് പ്രൊഡ്യൂസ്ഡ് ബാക്ക്, നമ്മൾ പുറകിലേക്ക് നീട്ടിയാൽ ഓൺ ബീയിങ് പ്രൊഡ്യൂസ്ഡ് ബാക്ക് it appears to meet at a common point on the principal axis of the lens. ഈ ഡൈവർജൻ റേസ് നമ്മൾ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ ഇതെല്ലാം കൂടെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസും സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസും കോൺവെക്സ് ലെൻസിൻ്റെ, ആദ്യം പഠിക്കുന്ന കോൺവെക്സ് ലെൻസിൻ്റെ റിയലാണ്. ആൻഡ് ദാറ്റ് ഓഫ് കോൺകേവ് ലെൻസ് ആർ വിർച്വൽ. കോൺവെക്സ് ലെൻസിൻ്റെ റിയൽ ഫോക്കസ് ആൻഡ് കോൺകേവ് ലെൻസിൻ്റെ വിർച്വൽ ഫോക്കസ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് F1 ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് F2. F1 ആൻഡ് F2 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ലെൻസ് ഈസ് കാൾഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് സ്മാൾ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻ ലെൻസസ് ആൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ഒപ്റ്റിക്കൽ സെൻറ്റർ. നെക്സ്റ്റ്, focal plane. The plane passing through the focus and perpendicular to the principal axis is called focal plane. ഫോക്കസ് ഉൾപ്പെടെയുള്ള ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ പ്ലെയിനിനെയാണ് നമ്മൾ ഫോക്കൽ പ്ലെയിൻ എന്നുകൊണ്ടത് മനസ്സിലാക്കേണ്ടത്. ഫോക്കൽ പ്ലെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ പഠിച്ചത് കോൺവെക്സ് ലെൻസ്, അതായത് കൺവെർജിങ് ലെൻസ്, കോൺകേവ് ലെൻസ് ആണ് ഡൈവേർജിങ് ലെൻസ്, ഒപ്റ്റിക്കൽ സെൻറ്റർ, സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസസ് ആൻഡ് ഫോക്കൽ പ്ലെയിൻ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ലെൻസിൻ്റെ റേ ഡയഗ്രാംസ് നമുക്ക് പഠിക്കാം. എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ലിങ്ക് അതാത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എല്ലാവരും നോട്ട് നോക്കി ക്ലാസ് കേൾക്കുക. എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനൊക്കെ ചിത്രങ്ങളും കൂടെ നോക്കിയാലേ ഇതെല്ലാം മനസ്സിലാകത്തുള്ളൂ, കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.